ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കാലിക്കറ്റ് SM സ്ട്രീറ്റ് പോവാണേ. ഉമ്മയും പിന്നെ കസിൻസ് ഒന്നും അവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് പോവാണേ. പിന്നെ അത് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടാണ് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞത് കാലിക്കറ്റ് എന്തോ പാർട്ടി ബേസ്ഡ് എന്തോ സ്ട്രൈക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഷോപ്പൊക്കെ അടവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ട്രെയിനിൽ കയറി ഞങ്ങൾ പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ടായിരുന്നു. പരപ്പനങ്ങാടി ഒരു അരമണിക്കൂറോളം ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേസും കടലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ കഴിച്ചിരുന്നു. പിന്നെ അതാ ഐഫ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ ട്രെയിനിന്റെ അരുമുക്ക് മൂലൊക്കെ നോക്കുന്നത് എന്താ സംഭവിച്ചിട്ട് അങ്ങനെ അങ്ങനെ അതാ ഏകദേശം നമ്മൾ കോഴിക്കോട് എത്താനായിട്ടുണ്ട്. കടലുണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് നല്ല വെയിലുമാണ്. ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുക. അങ്ങനെ എന്തായാലും നമ്മളിതാ കോഴിക്കോട് വന്ന് നിന്നിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ട്രെയിന്. പിന്നെ ഇതാ ഇവിടുന്ന് ഒരു 2-3 മിനിറ്റ് ഉള്ളൂ. ഇതാ ആ കാണുന്നതാണ് SM സ്ട്രീറ്റ്. ട്രെയിൻ ഇറങ്ങി വന്നാൽ എളുപ്പമാണ് തോന്നുന്നുണ്ട് SM സ്ട്രീറ്റിലേക്ക്. മറ്റേത് ബസ്സിലും വണ്ടിയിലൊക്കെ ആണെങ്കിൽ കുറേ ട്രാവൽ ചെയ്യണം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ കയറിയിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഹാഫ് ലഗോൺ ബിരിയാണിയാണ് വാങ്ങിച്ചത്. പിന്നെ സാദാ ചോറ് കഴിക്കണവരൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് എന്താ പറയുക ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സ്ട്രൈക്ക് ആയതുകൊണ്ട് തന്നെ ആൾ കുറവാണ്. ഇത്ര ആളൊന്നുമല്ല ഉണ്ടാവില്ല. ഒന്നാമത് ഞായറാഴ്ചയാണ്. പിന്നെ അത് ഇവിടെയൊക്കെ കുറേ കടകളുണ്ടായിരുന്നു, അതൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ അതാ 500 രൂപക്ക് ഫർദ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ആരോ വിളിച്ചപ്പോൾ എല്ലാവരും കൂടി കയറിപ്പോയതാണ്. 500 1500 ഒക്കെ ഉണ്ട്. അപ്പോൾ ഫർദൊന്നും എടുത്തു നോക്കിയിട്ടില്ല, ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേറെ കടയിൽ കയറി. കുറച്ച് കടകൾ മാത്രമേ ഉള്ളായിരുന്നു. വലിയ കടകളൊക്കെ മാത്രമേ തുറന്നിട്ടുള്ളൂ. അത്യാവശ്യം ഓഫറും കാര്യങ്ങളും ഉള്ള കടകളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. അങ്ങനെ എന്തായാലും പിന്നെ ഉമ്മാക്ക് മാക്സി നോക്കാൻ വേണ്ടിയിട്ട് പോയി. 2 മാക്സിക്ക് എത്ര 350 രൂപയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഐഫൊക്കെ ഉള്ളത് നോക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഒക്കെ വലിച്ചിട്ട് വാരി ടോയ്സ് കണ്ടിട്ട് ടോയ്സിന്റെ പിന്നാലെ കുറേ പോകുന്നുണ്ട്. ഓളെ പിന്നെ എടുക്കാനും ഓള് സമ്മതിക്കണില്ല. ഓൾക്ക് ഇതേപോലെ ഇങ്ങനെ നടക്കണം. അങ്ങനെ ഓളെ പണി നോക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും പിന്നെ നമ്മൾ നേരെ ചൈന മാർക്കറ്റിലാണ് പോയിട്ടുള്ളത്. ഈ ഒരു ഷോപ്പ് അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു ഷോപ്പാണ് യൂട്യൂബിലൊക്കെ. അപ്പോൾ ഇവരിതാ ബെഡ്ഷീറ്റ് മാത്രം പുറത്തേക്ക് ഇട്ടിട്ട് സെയിൽ ചെയ്യാണ്. 3 ബെഡ്ഷീറ്റിന് 500 രൂപ. നമ്മളൊരു 3 ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് കുറേ കണ്ടാൽ ക്ലോസ്ഡ് ആണ്. അപ്പം അതൊന്നും വിചാരിച്ചതൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഏകദേശം എല്ലാ സാധനങ്ങളും എടുത്തു. ഞാൻ കുറേ ടീഷർട്ടും പാൻറ്റും പിന്നെ ഇമ്മക്ക് മാക്സി പിന്നെ ഐഫൊക്കെ കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ഈ ഒരു 5 രൂപ മുതൽ തുടങ്ങുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അത് പിന്നെ എന്താ പറയുക അമ്മക്ക് വേണ്ടതൊക്കെ അമ്മ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഐഫൊക്കെ വേണ്ടത് ഐഫ നോക്കി വാങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് കുറേ സാധനങ്ങൾ എല്ലായിടത്തുനിന്നും കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെ കയ്യിലും കുറേ സാധനങ്ങളായിരുന്നു. പിന്നെ അധികം വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഒന്നാമത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടുത്തെ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് എല്ലാ കടകളും തുറന്നിട്ടുണ്ടായിരുന്നു. ഈ കണ്ട ജനങ്ങൾ ഫുള്ളുണ്ടായിരുന്നു അവിടെ. അപ്പം എനിക്ക് ഫോണൊക്കെ എടുക്കാനൊരു പേടി, ഫോൺ മിസ്സാവുമെന്നൊക്കെ. അപ്പം ഞാൻ പിന്നെ വീഡിയോസ് ഫുള്ളെടുത്തിട്ടില്ല. പിന്നെ നമ്മളവിടുന്ന് നേരെ ചായയൊക്കെ കുടിച്ച് ജ്യൂസും കുടിച്ചിട്ട് പിന്നെ നേരെ ട്രെയിനിൽ തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ ട്രെയിനിൽ നിന്നും പിന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നേരെ വീട്ടിലെത്തി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വരാൻ നേരത്തെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഫുള്ള് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും നമ്മളവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ടീഷർട്ടാണ്. 2-3 ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ എല്ലാവരുടെ കയ്യിലും 2 കവർ ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ എല്ലാ സാധനവും നോക്കിയപ്പോൾ കുറച്ചുള്ളായിരുന്നു. അങ്ങനെ ഈ ടീഷർട്ടിനൊക്കെ ഒന്നിന് 350 രൂപയുള്ളൂ. നമ്മൾ പൈ സ്ലീവിൻ്റെ ടീഷർട്ടാണ് സാധാരണ ഇടണേ. അപ്പോൾ അവിടെ ഇത്ര വില കണ്ടപ്പോൾ ഞാനിത് 4 വാങ്ങിച്ചിട്ട് 4ത്തിന് 1000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ ആ പാത്രക്കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടീഷർട്ട്സ് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് പ്രിന്റ്, ബാക്കത്തെ പ്രിന്റ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെയായിരുന്നു. 5 സ്ലീവാണ് നമ്മൾ ഇടണം അങ്ങനെ തന്നെ.
പിന്നെ ഈ ഒരു കളറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കുറേ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം. ചിലത് പിന്നെ സൈസ് ഒന്നും നോക്കൂല, അധികം മീഡിയം ലാർജ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കത്തെ പ്രിന്റ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ. അപ്പോൾ എന്താ പറയുക, ഒന്നിന് 350 രൂപ, അങ്ങനെ 4 വാങ്ങിച്ചതാണ്. പിന്നെ എന്താ പറയുക, കാക്കാർക്കൊക്കെ ഇടാലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ ഈ ഒരു കളറും കൂടെ ഒന്നും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാന്റെ മാക്സി കാണിച്ചു തരാം. അങ്ങനെ 3 മാക്സി എടുത്തിട്ടുണ്ടായിരുന്നു. 2 മാക്സിക്ക് 350 രൂപയായിരുന്നു. അങ്ങനെ ഈ ഒരു മാക്സി ഒരു കടയിൽ നിന്നും. പിന്നെ ഈ ഒരു മാക്സി ആയിരുന്നു എടുത്തിരുന്നത്. ഇതും പിന്നെ എന്താ പറയുക, കുറേ ഇങ്ങനെ തിരഞ്ഞെടുക്കണം. പിന്നെ ഞങ്ങൾ വരാൻ നേരത്താണല്ലോ കുറേ കടകളൊക്കെ തുറന്നത്, അപ്പം അധികമൊന്നും നല്ലത് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു മാക്സിയാണ് എടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചൈന മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടിട്ട 3 ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റൊക്കെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിങ്ങനെ തിരയണം, കുറേ ടൈം ഇങ്ങനെ എടുത്ത് തിരയണം. പിന്നെ ഈ ഒരു ബാഗി പാൻറ് വാങ്ങിച്ചിട്ടായിരുന്നു, 400 രൂപ ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐഫക്ക് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഡ് സെറ്റ്, രണ്ടും സെയിമാണ്, സെയിം മോഡൽ 2 കളറിലെടുത്താണ്. പിന്നെ വീട്ടിലിടാൻ പറ്റിയ ഇങ്ങനത്തെ കുറേ സാധനങ്ങളും ട്രൗസറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഒന്നിനൊക്കെ 30 രൂപ ഉള്ളൂ. അങ്ങനെ പൊട്ടണ ടൈപ്പ് തന്നെയാണ്. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ ഐഫക്ക് ഈ ഒരു ഡോളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബാക്കില് ഒരടി കൊടുത്താൽ ഇത് കരിയെ ചിരിക്കുക അങ്ങനെ എന്തോ ചെയ്യും ഇത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇൻഷാല്ലാ, ബൈ.